അയാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് അയക്കും. അതേപോലെ അള്ളാഹുവിന് വേണ്ടി ഇൽമു പഠിപ്പിച്ചൊരു പണ്ഡിതന് 3 ആളുകളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് അയക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ 3 ആളുകളെ അയക്കുന്നത്? അവർ 3 ആളുകളെയും അള്ളാഹു വിളിക്കും, എന്നിട്ട് ചോദിക്കും, അതെ നീ എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു നോക്കും. അപ്പോൾ ആ രക്തസാക്ഷി അള്ളാഹുവിനോട് പറയും, അള്ളാഹു നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുത്തു എന്ന് പറയും. അപ്പോൾ അള്ളാഹ് പറയും, നീ എനിക്ക് വേണ്ടിയിട്ടല്ല കൊടുത്തത്, പിന്നെ എന്തിനാണ് കൊടുത്തത്? ആളുകൾ നീ വലിയൊരു യോദ്ധാവാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ യുദ്ധക്കളത്തിൽ ഇറങ്ങിയത്, അതുകൊണ്ട് മുഖം കുത്തിയവനായി നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ്. രണ്ടാമത്തെ ധർമ്മിഷ്ഠനെ വിളിക്കും, നീ എന്ത് ചെയ്ത് നോക്കും, നിനക്ക് ഞാൻ ധാരാളം സമ്പത്ത് നൽകിയിട്ടുണ്ട്. അയാൾ പറയും, അള്ളാഹു എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു പറയും, എൻ്റെ മാർഗ്ഗത്തിലല്ല നീ ചിലവഴിച്ചത്. എന്തിനാണ് ചിലവഴിച്ചത്? ആളുകൾ വലിയൊരു ധർമ്മിഷ്ഠനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ ചിലവഴിച്ചത്. എൻ്റെ അടുക്കൽ നിനക്കൊന്നുമില്ല, മുഖം കുത്തിയവനായി അവന് നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. മൂന്നാമത്തേത് ഒരു പണ്ഡിതനെ കൊണ്ടുവരും. ആ പണ്ഡിതൻ പറയും, അള്ളാഹു ഞാൻ ഖുർആൻ പഠിപ്പിച്ചു, ഹദീസ് പഠിപ്പിച്ചു, നിൻ്റെ ദീന് ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചു എന്ന് പറയും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊന്നും ചെയ്താൽ എനിക്ക് വേണ്ടിയിട്ടല്ല, വലിയൊരു പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മുഖം കുത്തിയവനായി നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനല്ലാതെ ചെയ്യുന്ന ഒരു അമലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല. ഒന്നാമത്തത് അത് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്തതല്ലേ? അല്ലേ? വേറെ നമ്മളതിൽ വേറെ ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഉണ്ടാ? ഇല്ല.